കൊടുങ്ങല്ലൂരിൽ സിപിഐ ജില്ലാ സമ്മേളനം സമാപിച്ചു. കെ വത്സരാജ് വീണ്ടും ജില്ലാ സെക്രട്ടറി. പഴവൂർ ഗ്രാമത്തിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ശുദ്ധജലം ലഭിക്കാതെ ദുരിതത്തിൽ. ഹരിജൻ കോളനികളിലേക്ക് ജലവിതരണത്തിനായി 30 വർഷം മുമ്പ് നിർമ്മിച്ച ജലസംഭരണി അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധമേറി. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സംഗമമായ മച്ചാട് മാമാങ്കത്തിന് പതിനായിരങ്ങളെത്തി. ദേശക്കുതിരകളുടെ ക്ഷേത്ര പ്രദക്ഷിണം തട്ടക നിവാസികളെ ആവേശഭരിതരാക്കി. രാഷ്ട്രീയം മറന്ന ഐക്യമാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ അടിത്തറയെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. ദേശസാൽകൃത ബാങ്കുകളിലെ പണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുകയാണെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ സിപിഐ ജില്ലാ സമ്മേളനം സമാപിച്ചു. ജില്ലാ സെക്രട്ടറിയായി കെ വത്സരാജിനെ വീണ്ടും തെരഞ്ഞെടുത്തു. 4 ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിന്റെ അവസാന സെഷനിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 9 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 55 അംഗ ജില്ലാ കൌൺസിലിനെയും സമ്മേളനം ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ 15 പേരും പ്രവർത്തന റിപ്പോർട്ട് ചർച്ചയിൽ 21 പേരും പങ്കെടുത്തു. പഴവൂർ ഗ്രാമത്തിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിക്കുന്നത് മലിനജലം. വേലൂർ പഞ്ചായത്തിലെ പഴവൂർ ഹരിജൻ കോളനികളിലേക്ക് ജലവിതരണത്തിനായി 30 വർഷം മുമ്പ് നിർമ്മിച്ച ജലസംഭരണി അറ്റകുറ്റപ്പണി നടത്താനും വൃത്തിയാക്കാനും ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. പഴവൂർ വനത്തിനോട് ചേർന്നുള്ള അന്തളാഞ്ചേരി കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ജലസംഭരണി ഒറ്റനോട്ടത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. മുളങ്കൂട്ടങ്ങൾക്കും പാഴ്മരങ്ങൾക്കുമിടയിൽ വള്ളിപ്പടർപ്പും ചെടികളും മൂടി ശോചനീയമായ സ്ഥിതിയിലാണ് ഈ ജലസംഭരണി നിൽക്കുന്നത്. യഥാസമയങ്ങളിൽ വൃത്തിയാക്കാത്തതിനാൽ സംഭരണിയുടെ അകവും പുറവും ചെളി നിറഞ്ഞ് മലിനപ്പെട്ട് കിടക്കുകയാണ്. കോൺക്രീറ്റിൽ നിർമ്മിച്ച സംഭരണിയുടെ മൂടി വശങ്ങൾ തകർന്നതിനാൽ ഇതിലൂടെ ഇലകളും പാമ്പും പെരിച്ചാഴിയും ഉൾപ്പെടെയുള്ള ജന്തുക്കളും അകത്തേക്ക് വീണ് ചീഞ്ഞളിഞ്ഞ് വെള്ളത്തിൽ ലയിച്ചു ചേരാറാണ് പതിവെന്ന് നാട്ടുകാർ പറയുന്നു. 4 വശം ടാങ്കിന്റെ റൗണ്ട് പൊത്താണ്. ചേരി, പാമ്പും, തേള്, എലി, പെരിച്ചായി ഇതൊക്കെ കടന്നുകൂടാൻ കുന്നിന്റെ മുകളിൽ നിന്ന് കടന്നുകൂടിയിട്ട് ഈ വെള്ളത്തിലേക്ക് വീണിട്ട് ഈ വെള്ളത്തിൽ കൂടെ പൈപ്പിൽ കൂടെ ജനങ്ങൾക്ക് ഒലിച്ചു പോകുന്ന പാമ്പിന്റെയും ചേരയുടെയും അവശിഷ്ടങ്ങൾ വരെ ഈ ഹോസ് കൂടെ പോയിരുന്ന ടൈമും കാലങ്ങളും ഉണ്ടായിരുന്നു 2 വർഷം മുമ്പേ. 30 വർഷം മുൻപ് അന്നത്തെ MLA ആയിരുന്ന KS നാരായണൻ നമ്പൂതിരിയാണ് പഴവൂർ തെക്ക് കിഴക്ക് ഹരിജൻ കോളനികളിലേക്ക് കുടിവെള്ള വിതരണത്തിനായി ജലസംഭരണി നിർമ്മിച്ചത്. ഇതിന്റെ നിർമ്മാണം നടത്തിയതും സംരക്ഷണ ചുമതലയും വടക്കാഞ്ചേരി വാട്ടർ അതോറിറ്റിക്കാണ്. കാലപ്പഴക്കം മൂലം ചോർന്നൊലിച്ചും അടിവശത്തെ മണ്ണ് നീങ്ങിയും ഏതു നിമിഷവും നിലംപൊത്താവുന്ന സാഹചര്യത്തിലാണ് ജലസംഭരണി നിലനിൽക്കുന്നത്. സംഭരണിയുടെ ദുരവസ്ഥ ഇതിന് താഴെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. 5-10 വീടുണ്ട്, അത് ഈ ഇതിന്റെ അടിയിലാണ്. അത് മുഴുവൻ ഈ വെള്ളം ഇങ്ങനെ ചോരും ഒന്നിച്ച ടാങ്ക് പൊട്ടിയിട്ട് ഞങ്ങളെ മേലും കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ വന്നു വീണ ആകെ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു, അത് നന്നായിട്ട് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനും എല്ലാ കാര്യത്തിനും നിറവേറാനും. സംഭരണിയുടെ മേൽനോട്ടം വാട്ടർ അതോറിറ്റിക്ക് ആയതിനാൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ബന്ധപ്പെട്ട വേലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഉത്തരവാദിത്വമുള്ള വാട്ടർ അതോറിറ്റി അധികാരികളാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുമില്ല. TCV എരുമപ്പെട്ടി. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സംഗമമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് പതിനായിരങ്ങളെത്തി. വിരുപ്പാക്ക, മണലിത്തറ, കരുമത്ര എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള ദേശക്കുതിരകളുമായി തട്ടക നിവാസികൾ ആർപ്പുവിളികളോടെ കൊയ്ത്തു കഴിഞ്ഞ വയലിലൂടെ കുമരൻ കിണറ്റുങ്ങര ക്ഷേത്രത്തിലെത്തി. തുടർന്ന് പാർലിക്കാട്, മംഗലം ദേശക്കുതിരകൾക്കൊപ്പം തിരുവാണിക്കാവ് ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് എത്തിച്ചേർന്നു. തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന മേജർ സെറ്റ് പഞ്ചവാദ്യത്തിന് കുമരിയിൽ ശങ്കരനാരായണ മാരാർ, കുനിശ്ശേരി അനിയൻ മാരാർ, തിരുവില്ലാമല ഹരി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പെരുവനം സതീശൻ മാരാരും സംഘവും അവതരിപ്പിച്ച മേളം അരങ്ങേറി. ചൊവ്വാഴ്ച വിവിധ തട്ടകങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിയ ദേശകുതിരകളെ തൊഴിലേറ്റി തട്ടക നിവാസികൾ ആർപ്പുവിളികളോടെ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. കുണ്ടന്നൂർ ശാസ്ത ഫയർ വർക്ക്സ് ഒരുക്കുന്ന വെടിക്കെട്ടും ഉണ്ടായിരുന്നു. രാഷ്ട്രീയം മറന്ന ഐക്യമാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ അടിത്തറയെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ജില്ലാ സഹകരണ ബാങ്കിന്റെ എടക്കഴിയൂർ ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാർ പോലും ആശ്രയിക്കുന്നത് ജില്ലാ സഹകരണ ബാങ്കിനെ പോലെയുള്ള സ്ഥാപനങ്ങളെയാണ്. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം വികസനങ്ങൾക്കും സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്കും പ്രദേശത്തു തന്നെ ഉപയോഗിക്കുമ്പോൾ ദേശസാൽകൃത ബാങ്കുകളിലെ പണത്തിന്റെ പ്രധാന ഭാഗം ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുകയാണെന്നും മന്ത്രി പറഞ്ഞു.
ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുസലാം അധ്യക്ഷത വഹിച്ചു. കെ വി അബ്ദുൽ ഖാദർ MLA, ആർ പി ബഷീർ, വി ബാലറാം, ഒ അബ്ദുറഹ്മാൻകുട്ടി, നഫീസക്കുട്ടി വലിയകത്ത്, കെ കെ സെയ്ദു മുഹമ്മദ്, പി ഗോപാലൻ എന്നിവർ സംസാരിച്ചു. പുന്നയൂർ പഞ്ചായത്തിൽ KSEB സബ്സ്റ്റേഷൻ അനുവദിക്കുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. KPCC അംഗം MV ഹൈദരാലി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ അബൂബക്കർ എന്നിവർ നൽകിയ നിവേദനത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സബ്സ്റ്റേഷന് പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തി നൽകണമെന്നും മന്ത്രി പറഞ്ഞു. പുന്നയൂർ പഞ്ചായത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾ പുന്നയൂർക്കുളം, ചാവക്കാട്, മണത്തല ഓഫീസുകളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. കൊടകര മാർക്കറ്റ് ജംഗ്ഷനിലെ 2-വീലർ വർക്ക്ഷോപ്പിലുണ്ടായ അക്രമ സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. തലയ്ക്ക് പുറകിൽ വെട്ടേറ്റ വർക്ക്ഷോപ്പ് മെക്കാനിക്കായ കോടാലി സ്വദേശി ജോബീഷ് കുമാർ, തൃശൂർ DCRBയിലെ പോലീസുകാരനായ പ്രേംലാൽ എന്നിവരെ ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസുകാരനായ പ്രേംലാലിന്റെ ഭാര്യയെ ജോബീഷ് കുമാർ സ്ഥിരമായി ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടെന്നും ഇത് സംബന്ധിച്ച് ചോദിക്കാനാണ് പ്രേംലാൽ വർക്ക്ഷോപ്പിൽ എത്തിയതെന്നും കൊടകര പോലീസ് പറഞ്ഞു. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും ജോബീഷിന് തലയ്ക്ക് പുറകിൽ വെട്ടേൽക്കുകയും ചെയ്തു. പ്രേംലാലിന് ചുറ്റിക കൊണ്ട് മുഖത്ത് അടിയേറ്റു. സംഭവത്തിൽ ഇരുവർക്കുമെതിരെ കേസെടുത്തതായി കൊടകര പോലീസ് അറിയിച്ചു. അതേസമയം ബാഗിൽ ഒളിപ്പിച്ചുകൊണ്ടുവന്ന വെട്ടുകത്തി ഉപയോഗിച്ച് തന്നെ പുറകിൽ നിന്നും പ്രേംലാൽ വെട്ടുകയായിരുന്നുവെന്ന് ജോബീഷ് പറയുന്നു. ഗ്യാരേജിലെ സാധന സാമഗ്രികൾക്കും നാശമുണ്ടായിട്ടുണ്ട്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പറിൽ ഓട്ടോറിക്ഷ ഇടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർക്ക് പാലക്കാട് കല്ലക്കാട് സ്വദേശി സേതുമാധവൻ, ഭാര്യ വസന്ത, മകൾ ധന്യ, പേരക്കുട്ടി ആകാശ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ഇടവേള. വാർത്തകളിലേക്ക്. നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും എതിരായ പ്രചാരണം നടത്തുന്നതിന് പിന്നിൽ വൻകിട കമ്പനിക്കാരാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മാള എരവത്തൂരിൽ സ്വകാര്യ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതര ഭക്ഷ്യ എണ്ണകളുടെ വിപണിക്ക് വേണ്ടിയുള്ള വൻകിട കമ്പനികളുടെ പ്രചാരണത്തിൽ മലയാളികൾ കുടുങ്ങാറുണ്ട്. കുത്തക കമ്പനികളുടെ കുപ്രചാരണമാണ് വെളിച്ചെണ്ണയുടെയും നാളികേരത്തിന്റെയും വില കുറയാൻ ഇടയാക്കുന്നത് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുൻ MLA TU രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK സതീശൻ, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കേശവൻകുട്ടി, EN ഗോപകുമാർ, EN ബേബി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിൽ ഹാളിലേക്ക് തെരുവ് നായയെ തള്ളിവിട്ട കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച മാർച്ച് വടക്കേനടയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം അമ്പാടി വേണു ഉദ്ഘാടനം ചെയ്തു. KS മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, ലോക്കൽ സെക്രട്ടറി KR ജൈത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി, മദ്രകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KK ആബിദ് അലി, TK രമേശ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. മച്ചാട് മാമാങ്കത്തിന്റെ ഭാഗമായി കുറ്റിക്കാട് കുംഭക്കുടം ഘോഷയാത്രയ്ക്കിടെ സ്ത്രീകൾ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ആക്രമണം. കാറിന്റെ സൈഡ് മിറർ തകർത്തു. ബോണറ്റും ഡോറും ഡിക്കിയും കൈകൊണ്ട് ഇടിച്ച് ഞെക്കിയ നിലയിലാണ്. എങ്കക്കാട് സ്വദേശിനി കടമ്പാട്ട് ഹരിതയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ പുന്നമ്പറമ്പ് കനാൽ പാലത്തിന് സമീപം വെച്ചാണ് ഘോഷയാത്രയ്ക്കൊപ്പം മദ്യപിച്ചെത്തിയ യുവാവ് അസഭ്യം പറഞ്ഞ് ആക്രമണം നടത്തിയത്. വടക്കാഞ്ചേരി CI സുരേഷ് കുമാർ സംഭവസ്ഥലം സന്ദർശിച്ചു. വടക്കാഞ്ചേരി പോലീസിൽ ഹരിത പരാതി നൽകിയിട്ടുണ്ട്. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നടതുറപ്പ് മഹോത്സവവും പൊങ്കാലയും ആഘോഷിച്ചു. മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാലയ്ക്ക് ക്ഷേത്രം മേൽശാന്തി അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ തുടക്കമായി. പ്രസിദ്ധ സിനിമാ താരം ഊർമിള ഉണ്ണി ഭദ്രദീപം തെളിയിച്ച് പൊങ്കാല ഉദ്ഘാടനം ചെയ്തു. നിരവധി ഭക്തർ പങ്കെടുത്തു. ദേശീയ ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ചേലക്കര സ്വദേശിനി NV ഷീനയെ K രാധാകൃഷ്ണൻ MLA വസതിയിലെത്തി അനുമോദിച്ചു. ഫാദർ ബേബി പൂക്കുന്നിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. K നന്ദകുമാർ, S ജോസ്, TN പ്രഭാകരൻ, PS അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. നിരവധി നാട്ടുകാരും സുഹൃത്തുക്കളും അഭിനന്ദനം അറിയിക്കാനായി ഷീനയുടെ വസതിയിൽ എത്തിയിരുന്നു. കരിയന്നൂർ ഗ്രാമത്തിലെ പ്രഥമ ഡോക്ടർ എന്ന ബഹുമതിക്ക് അർഹനായ ഡോക്ടർ രാജേഷിനെ ഡിവൈഎഫ്ഐ ആദരിച്ചു. സാധാരണ തൊഴിലാളി കുടുംബാംഗമായ രാജേഷ് മെറിറ്റ് അടിസ്ഥാനത്തിൽ സീറ്റ് നേടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പൂർത്തിയാക്കിയത്. നിർധന കുടുംബാംഗമായ ഒരു വിദ്യാർത്ഥി കഷ്ടപ്പാടുകളോട് പടപൊരുതി ഉയരങ്ങൾ കീഴടക്കുന്നത് മാതൃകയും
ഇത് അംഗീകരിക്കണമെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പി കെ ബിജു എം പി അഭിപ്രായപ്പെട്ടു. സിപിഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി എൻ സുരേന്ദ്രൻ, എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ കെ എം അഷ്റഫ്, എസ് ബസന്ത്ലാൽ, കരിയന്നൂർ ബ്രാഞ്ച് സെക്രട്ടറി കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് ലഭിച്ച പി ജി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒ എം സി ബാബുവിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പ്രസിഡന്റ് കെ രാഘവൻ ഉപഹാരം നൽകി. സെക്രട്ടറി തിമോത്തി പറപ്പുള്ളി പൊന്നാട അണിയിച്ചു. ഐസക് ഇടപ്പാറ, എം കെ അബി, അജു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് നൊസ്റ്റാൾജിയ സംഗീതാസ്വാദക കാരുണ്യ പ്രവർത്തക കൂട്ടായ്മയുടെ 3ാം വാർഷികത്തിൽ സംഗീത സംവിധായകൻ ശ്യാമിനെയും പിന്നണി ഗായകൻ ഉണ്ണിമേനോനെയും ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 1 വൈകിട്ട് 6 ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടക്കുന്ന സംഗീത പരിപാടിയിലാണ് ഇരുവരെയും ആദരിക്കുന്നത്. ജില്ലാ കളക്ടർ എം എസ് ജയ ആദരണ സന്ധ്യ ഉദ്ഘാടനം ചെയ്യും. സംവിധായകൻ കമൽ, നടൻ സിദ്ദിഖ്, വ്യവസായി സുന്ദർ മേനോൻ എന്നിവർ മുഖ്യാതിഥികളാകും. പെരുവനം കുട്ടന്മാരാർ ശ്യാമിനെയും കളക്ടർ എം എസ് ജയ ഉണ്ണിമേനോനെയും ഉപഹാരം നൽകി ആദരിക്കും. അനശ്വര ഗാനങ്ങൾ കോർത്തിണക്കി ജയരാജ് വാര്യർ നയിക്കുന്ന സംഗീത നിശ, ഊരകം ആർദ്രം പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് കാരുണ്യ ഫണ്ട് കൈമാറൽ, പ്രശാന്ത് കിഴക്കൂട്ട് എഴുതിയ ചെറുകഥയുടെ ലോഗോ പ്രകാശനം എന്നിവ ചടങ്ങിൽ നടക്കും. പരിപാടിയിലേക്കുള്ള പ്രവേശനം സൌജന്യമായിരിക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ യു ഉമേഷ് നായർ, വൈസ് ചെയർമാൻ വിജയൻ ചേന്തനാത്ത്, ജനറൽ സെക്രട്ടറിമാരായ സുജോ പൊറത്തൂക്കാരൻ, കെ ബി പ്രമോദ്, പ്രശാന്ത് കിഴക്കൂട്ട്, കെ കെ രാമചന്ദ്രൻ, രമേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ആദ്യമായി ശാരീരിക വൈകല്യമുള്ളവരുടെ സൌത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടൂർണമെന്റ് ഇരിങ്ങാലക്കുടയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ ഈ മാസം 20 മുതൽ 22 വരെ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും. തോമസ് ഉണ്ണിയാടൻ എംഎൽഎ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ എ എം കിഷോർ, കെ ജി അജയ്കുമാർ, തോമസ് തൊഗലത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. MSF ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. MSF പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ പുലാക്കൽ, സെക്രട്ടറി ഇബ്രാഹിം തലശ്ശേരി, എസ് എ ഷിഹാബ്, കെ കെ അലി, കെ പി സാമി എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ തഫ്സൽ ഇജാസ് ക്ലാസിന് നേതൃത്വം നൽകി. ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ഭാഗമായി ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ സഹായത്തോടെ മാള കാർമൽ കോളേജിൽ ബുധനാഴ്ച നേച്ചർ ഫെസ്റ്റ് നടത്തും. കോളേജിലെ ബോട്ടണി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യമുള്ള തലമുറയ്ക്ക് ആയുർവേദം എന്ന വിഷയത്തിൽ കണ്ടംകുളത്തി വൈദ്യശാലയുടെ സഹകരണത്തോടെ രാവിലെ 10 സെമിനാർ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. കണ്ടംകുളത്തി വൈദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസൺ ക്ലാസ് എടുക്കും. ദേശീയ ശാസ്ത്ര ദിനാചരണത്തിന്റെ ഭാഗമായി ഈ സെമിനാർ, പ്രശ്നോത്തരി, ഔഷധ സസ്യ പ്രദർശനം, ഉപന്യാസ മത്സരം എന്നിവ നടക്കും. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിജോ, സിസ്റ്റർ ജസ്ലിൻ, സിസ്റ്റർ സീന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോപ്രക്കളം ബുസ്താനുൽ ഉലും അറബിക് കോളേജിൽ കുടുംബ സംഗമം നടത്തി. കേരള നദ്വത്തുൽ മുജാഹിദീൻ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ പി എച്ച് അബ്ദുൾ സമദ് മദനി അധ്യക്ഷത വഹിച്ചു. പി വി മുഹമ്മദ്, പി കെ അബ്ദുൾ ജബ്ബാർ മൌലവി, ടി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ റസാഖ് ബാഖവി ക്ലാസ് എടുത്തു. വിജ്ഞാനദായിനി സഭ മാള ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. ക്ഷേത്രം തന്ത്രി തേർക്കയിൽ രതീഷ് ശാന്തി കൊടിയേറ്റം നിർവഹിക്കും. ഉത്സവത്തിന്റെ ഭാഗമായി ഈ മാസം 22-ന് 3 സമൂഹ വിവാഹങ്ങൾ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രത്തിൽ നടത്താറുള്ള വെടിക്കെട്ടിന്റെ ചെലവ് അടക്കമുള്ളവ ചുരുക്കിയാണ് സമൂഹ വിവാഹം നടത്തുന്നത്. വിവാഹത്തിന് 1 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും സദ്യയും അടക്കമുള്ള എല്ലാ ചെലവുകളും സഭ നൽകും. വരനെ കണ്ടെത്തുന്ന ചുമതല മാത്രമാണ് ബന്ധുക്കൾക്ക് ഉള്ളതെന്നും ഭാരവാഹികൾ അറിയിച്ചു. 24-ന് നടക്കുന്ന കുംഭഭരണി ആഘോഷത്തിൽ 5 ദേശക്കാരുടെ താലി സ്വീകരണവും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ സി ഡി ശ്രീനാഥ്, തന്ത്രി തേർക്കയിൽ രതീഷ്, പി കെ ഗോപിദാസ്, പി കെ സോമനാഥൻ, കെ കെ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതാക്കളായ അമ്മനത്ത് രാധാകൃഷ്ണന്റെയും ബേബി ജോണിന്റെയും ചരമവാർഷികം ഇരിങ്ങാലക്കുടയിൽ ആചരിച്ചു. കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങ് മുൻ എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആന്റോ പെരുമ്പള്ളി അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ഡിസിസി സെക്രട്ടറി എം എസ് അനിൽകുമാർ, കെ കെ ശോഭനൻ തുടങ്ങിയവർ സംസാരിച്ചു.
ചെറുതുരുത്തി ബംഗ്ലാവ് പറമ്പിലെ കുടിവെള്ള പദ്ധതി കെ രാധാകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റംല ഷെരീഫ്, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, വിനോദ്, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. തീരദേശ മേഖലയിൽ പാചകവാതക ക്ഷാമം പരിഹരിക്കാൻ പുതിയ പാചകവാതക ഏജൻസി അനുവദിക്കണമെന്ന് ബാപ്പുജി കൾച്ചറൽ ആന്റ് ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ വാടാനപ്പള്ളിയിൽ ആവശ്യപ്പെട്ടു. 30,000-ഓളം ഉപഭോക്താക്കളാണ് ഏജൻസി മുഖേന പാചകവാതകം വാങ്ങുന്നത്. മറ്റ് ഏജൻസിയിൽ നിന്ന് 1 മാസത്തിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കുമ്പോൾ തളിക്കുളത്തെ ഏജൻസിയിൽ നിന്ന് 2 മാസത്തിലേറെ വൈകിയാണ് ലഭിക്കുന്നത്. ഇതിന് പരിഹാരം കണ്ടെത്താൻ വ്യാഴാഴ്ച രാവിലെ 10-ന് വാടാനപ്പള്ളിയിൽ പാചകവാതക ഉപഭോക്താക്കളുടെ ഒപ്പുശേഖരണം നടത്തും. അഡ്വക്കേറ്റ് CG ജയസുന്ദരൻ, ജുബുമോൻ വാടാനപ്പള്ളി, നവാസ് അമ്പലത്ത, CK തിലകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് മുത്തുള്ളിയാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 3ാമത് രാജീവ് ഗാന്ധി സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 22-ന് ചേർപ്പ CNN സ്കൂൾ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. സ്റ്റേഡിയം കാൽനാട്ടുകർമ്മം രക്ഷാധികാരി KK കൊച്ചുമുഹമ്മദ് നിർവഹിച്ചു. ചെയർമാൻ CK വിനോദ്, ജനറൽ കൺവീനർ PA മജീദ്, CN സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 8 വരെ നീളുന്ന ടൂർണമെന്റിൽ സംസ്ഥാനത്തെ 15ഓളം പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ പൈപ്പിടൽ പ്രവൃത്തിക്കായി റോഡ് വെട്ടിപ്പൊളിക്കുമ്പോൾ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി. JCB ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോൾ ചൊവ്വാഴ്ച വൈകിട്ട് 4-ഓടെയാണ് മഹാരാജ ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടിയത്. തകരാർ പെട്ടെന്ന് പരിഹരിക്കാനാകുമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. എന്നാൽ 40 വർഷം മുൻപ് സ്ഥാപിച്ച പൈപ്പുകളായതിനാൽ തകരാർ പരിഹരിക്കണമെങ്കിൽ കൂടുതൽ സമയമെടുക്കാനാണ് സാധ്യത. BSNL ജംഗ്ഷൻ മുതൽ മഹാരാജ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് അഴുക്കുചാൽ പദ്ധതിയുടെ പൈപ്പിടൽ നടക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ഗുരുവായൂർ ക്ഷേത്രോത്സവം ആരംഭിക്കുന്ന മാർച്ച് 2-ന് മുൻപ് പൈപ്പിടൽ പൂർത്തിയാക്കി റോഡ് ഗതാഗതയോഗ്യമാക്കാമെന്ന പ്രതീക്ഷയിലാണ് ജോലികൾ പുരോഗമിക്കുന്നത്. എടമുട്ടം UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും 104-ാം വാർഷികാഘോഷവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2:30-ക്ക് നടക്കുന്ന ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാറും വാർഷിക ആഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണനും ഉദ്ഘാടനം ചെയ്യും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിക്കും. വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം വലപ്പാട് AEO T ജയരാജ് നിർവഹിക്കും. സൈന, ദിലീപ്, കൊട്ടുകൽ ബാബു, VR മോഹൻദാസ്, വസന്തൻ എരണയെഴുത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണലി പാലത്തിന് സമീപത്തുള്ള കടവിൽ വൃദ്ധനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോനിക്കര എടക്കളത്തൂർ 60 വയസ്സുള്ള ഡേവീസാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തർക്കം നിലനിൽക്കെ സ്വകാര്യ വ്യക്തി ട്രൈബ്യൂണലിൽ നിന്നുള്ള ഉത്തരവ് വാങ്ങി തോട് പണി തുടർന്നത് വടക്കേക്കാട് പോലീസ് താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. വടക്കേക്കാട് നായരങ്ങാടിയിലാണ് തോടുപണി നിർത്തിവെക്കാനുള്ള പഞ്ചായത്ത് ഉത്തരവിനെതിരെ കോടതിയിൽ നിന്നുള്ള അനുമതി വാങ്ങി സ്വകാര്യ വ്യക്തികൾ പണി തുടങ്ങിയത്. എന്നാൽ കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ പണി തുടർന്നതിനെതിരെ എതിർവിഭാഗം വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് പണി താൽക്കാലികമായി നിർത്തിവെപ്പിച്ചത്. 10ാമത് വിബ്ജിയോർ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഔപചാരിക ഉദ്ഘാടനം തൃശൂർ KT മുഹമ്മദ് സ്മാരക റീജിയണൽ തിയേറ്ററിൽ നടന്നു. ഹരിത അതിജീവനം പ്രമേയമാക്കി നടത്തുന്ന ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം വയനാട്ടിൽ നിന്നുള്ള ആദിവാസി കർഷകൻ ചെറുവയൽ രാമനാണ് നിർവഹിച്ചത്. അപൂർവ നാടൻ നെല്ലിനമായ തവളക്കണ്ണൻ വിത്ത് പ്രതീകാത്മകമായി കുട്ടയിൽ സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. വിബ്ജിയോർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ K ഗോപിനാഥൻ, ഫെസ്റ്റിവൽ ഡയറക്ടർ സുരഭി ശർമ്മ, യുവജനക്ഷേമ ബോർഡ് അംഗം യുജിൻ മൊറേലി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, ആദിവാസി നേതാവ് ഗീതാനന്ദൻ, ആസാം ചലച്ചിത്ര പ്രവർത്തകരായ അൽത്താഫ് മസീദി, വിദേശത്തു നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകരായ ഗാരി മർക്യൂസ്, റാമി വിസൂൺ, ഫെർണാണ്ട റോബിൻസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 21-ന് മേള സമാപിക്കും. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തിനെത്തിയ ആനയെ ദേവസ്വം അധികൃതർ മടക്കി. ഉത്സവത്തിന്റെ ഭാഗമായുള്ള അരാക്കുളം പ്രദക്ഷിണത്തിന് ഇടയിലായിരുന്നു സംഭവം. നന്നേ ക്ഷീണിതനായിരുന്ന പാണാശ്ശേരി ദേവീപ്രസാദം എന്ന കൊമ്പനെയാണ് ദേവസ്വം അധികൃതർ എഴുന്നള്ളിപ്പിൽ നിന്നും വിലക്കിയത്. വയറ്റിൽ മുറിവും പഴുപ്പും കാണപ്പെട്ട ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും ആരോപണമുണ്ടായി. അധികൃതർ മടക്കിയ ആനയെ തളയ്ക്കാനായി കൊണ്ടുപോകുമ്പോൾ ചാനൽ ക്യാമറാമാൻമാർക്ക് മർദ്ദനമേറ്റു. ആനയുടെ ദൃശ്യം പകർത്തുന്നത് തടയാനെത്തിയ പാപ്പാൻമാർ ACV ക്യാമറാമാൻ ജിഷ്ണു,
KCV ക്യാമറാമാൻ നൌഫൽ എന്നിവരെ മർദ്ദിക്കുകയായിരുന്നു. ഇതിനിടയിൽ ആന അനുസരണക്കേട് കാണിച്ചു. പിന്നീട് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു. ക്യാമറാമാൻമാരെ മർദ്ദിച്ച കേസിൽ പാപ്പാന്മാരായ സുമേഷ്, സുബീഷ്, സുധീഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുതുവറ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭക്തരുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ദേവനെ പള്ളി ഉണർത്തിയ ശേഷം വിശേഷാൽ ചടങ്ങുകളോടെയാണ് ശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. തുടർന്ന് ഭക്തരുടെ മനം നിറച്ച് 7 സമാജക്കാരുടെ കാവടി ആഘോഷവും നടന്നു. നാനാ നിറത്തിലുള്ള വർണ്ണമനോഹരമായ പൂക്കാവടികളും പീലിക്കാവടികളും ദേശവീഥികളിലൂടെ ക്ഷേത്രാങ്കണത്തിലെത്തി മഹാദേവന് മുൻപിൽ ആടിത്തിമർത്തു. പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ആചാരപരമായ എഴുന്നള്ളിപ്പും തുടർന്ന് മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറി. ആഘോഷമായ ഭസ്മകാവടി വരവിനും തായമ്പകയ്ക്കും ശേഷം പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും 5 ഗജവീരന്മാരുടെയും അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പും നടക്കുന്നതോടെയാണ് ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമായത്. ഏങ്ങണ്ടിയൂർ തിരുമംഗലം മഹാവിഷ്ണു ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. നവകം, പഞ്ചവാദ്യം, ശ്രീഭൂതബലി തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായിരുന്നു. തുടർന്ന് ശിവേലി എഴുന്നള്ളിപ്പുണ്ടായി. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള വർണ്ണാഭമായ കാവടി വരവുകൾ ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു. തുടർന്ന് കെ മോഹനൻ പനങ്ങാട്ടിരിയുടെ നേതൃത്വത്തിൽ മേളവും പഞ്ചവാദ്യവും അരങ്ങേറി. ദീപാരാധനയ്ക്ക് ശേഷം നൃത്തനൃത്യങ്ങളും തുടർന്ന് തായമ്പകയും അരങ്ങേറി. പ്രസാദൂട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. മേൽശാന്തി സജീവൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രസിദ്ധമായ പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. ലക്ഷദീപം, പെരുവനം സതീശന്മാരാർ നയിച്ച പഞ്ചവാദ്യം, പെരുവനം കുണ്ടൂർ സ്മാരക സദസ്സിന്റെ അക്ഷരശ്ലോകം, സംഗീത കച്ചേരി, നൃത്താഞ്ജലി, തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ്, പെരുവനം കുട്ടന്മാരാർ നയിച്ച പഞ്ചാരിമേളം എന്നിവ ഉണ്ടായി. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ നടന്നു. വിവിധ സംഘങ്ങളുടെ കാവടി പൂരാഘോഷങ്ങൾ, നാഗസ്വരം, മേളം, വെടിക്കെട്ട് എന്നിവ ഉണ്ടായി. ചെങ്ങാലൂർ വിളക്കപ്പാടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം അന്നദാനം നടന്നു. ദീപാരാധന, ചുറ്റുവിളക്ക്, ചിന്തുപാട്ട്, നൃത്തനൃത്യങ്ങൾ, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയുമുണ്ടായി. എടത്തൂട്ട് ശിവക്ഷേത്രത്തിൽ വിവിധ പരിപാടികളോടെ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. നെന്മണിക്കര മഹാദേവ ക്ഷേത്രം, വരന്തരപ്പള്ളി കണ്ഠേശ്വരം ശിവക്ഷേത്രം, മറവാഞ്ചേരി മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലും ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ ഉണ്ടായി. ചേലക്കര വെങ്ങാനെല്ലൂർ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, അഭിഷേകം എന്നീ ചടങ്ങുകൾ നടന്നു. സംഗീതോത്സവവും അരങ്ങേറി. ഗുരുവായൂർ പേരകം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശേഷം ഗ്രാമപ്രദക്ഷിണത്തിനായി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി. തിരിച്ച് എഴുന്നള്ളിപ്പിൽ ഭക്തർ നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു. പകൽപൂരത്തിന് ശേഷം നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, തായമ്പക എന്നിവ ഉണ്ടായി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ദൊണ്ടുമഠത്തിൽ ബാലചന്ദ്രൻ എമ്പ്രാന്തിരി, പത്മനാഭൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം മാള ചാലിലേക്ക് ഒഴുക്കാൻ പൈപ്പുകൾ സ്ഥാപിച്ചത് പഞ്ചായത്തിന്റെ സമ്മതത്തോടെയാണെന്ന് ആരോപണം. മാള ചാലിലേക്ക് മാലിന്യം ഒഴുക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. മഴവെള്ളം ഒഴുക്കുന്നതിന് നിർമ്മിച്ചിരിക്കുന്ന കാനയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പൊളിച്ചപ്പോഴാണ് പൈപ്പുകൾ സ്ഥാപിച്ചതായി കണ്ടെത്തിയത്. അറ്റകുറ്റപ്പണികൾക്കായി കാന പൊളിച്ചിട്ട് ദിവസങ്ങളായിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. മാലിന്യം ഒഴുക്കാനുള്ള നീക്കം ഒഴിവാക്കണമെന്നും നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും മാള പ്രതികരണവേദി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് സലാം ചൊവ്വര അധ്യക്ഷനായിരുന്നു. ശിവരാത്രി ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറത്തേക്ക് പോകുന്ന വിശ്വാസികൾക്ക് പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ ലഘുഭക്ഷണം വിതരണം ചെയ്തു. സത്യസായി സേവാ സമിതി കൊടകര യൂണിറ്റും വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളും ചേർന്നാണ് ഭക്ഷണം വിതരണം ചെയ്തത്. പുതുക്കാട് സ്റ്റാൻഡിൽ നിന്ന് ശിവരാത്രിയോടനുബന്ധിച്ച് KSRTC ബസ്സുകൾ പ്രത്യേക സർവീസുകൾ നടത്തിയിരുന്നു. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന പതാക ജാഥയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകി. ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തിയിൽ നടന്ന ചടങ്ങിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രനിൽ നിന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പതാക ഏറ്റുവാങ്ങി. MLAമാരായ K രാധാകൃഷ്ണൻ, ബാബു M പാലിശ്ശേരി, CPM ചേലക്കര ഏരിയ സെക്രട്ടറി KK ബാബു, KP രാധാകൃഷ്ണൻ തുടങ്ങിയവരും സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു.
VM സുധീരൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റല്ലെന്നും അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് നേതാവ് പോലും അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ലെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം EP ജയരാജൻ MLA പറഞ്ഞു. CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ജാഥയ്ക്ക് തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായയ്ക്ക് തോന്നിയത് കോതയ്ക്കുപാട്ട് എന്ന രീതിയിലാണ് സുധീരന്റെ പ്രസംഗം. മാധ്യമശ്രദ്ധ നേടാൻ മാത്രമാണ് ചില പ്രസ്താവനകൾ അദ്ദേഹം ഇറക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനകീയ അംഗീകാരമുള്ള നേതാക്കൾ കോൺഗ്രസിലില്ല. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് കോൺഗ്രസിന് നേരിടേണ്ടി വന്നത് എന്നും ഇനി അവർ രക്ഷപ്പെടില്ലെന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. MLAമാരായ K രാധാകൃഷ്ണൻ, BD ദേവസി, പ്രൊഫസർ C രവീന്ദ്രനാഥ്, ബാബു M പാലിശ്ശേരി, TV രാജേഷ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, നേതാക്കളായ NR ബാലൻ, UP ജോസഫ്, ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ, കവി രാവുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 19-ന് പതാക ജാഥ ആലപ്പുഴയിൽ സമാപിക്കും. 20 മുതൽ 23 വരെ ആലപ്പുഴയിലാണ് CPM സംസ്ഥാന സമ്മേളനം. ചേറ്റുപുഴ കണ്ണാപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ഭക്തിസാന്ദ്രമായി. ശീവേലിക്ക് ശേഷം പൂതൃക്കോവിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടായി. തുടർന്ന് നടന്ന തിരിച്ചെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ട് ദേവിദാസൻ തിടമ്പേറ്റി, വടകുറുമ്പക്കാവ് ദുർഗാദാസ്, ചിറ്റിലപ്പള്ളി രാജശേഖരൻ എന്നീ ഗജവീരന്മാരും എഴുന്നള്ളിപ്പിന് അണിനിരന്നു. പെരുവനം കൃഷ്ണപിഷാരടി നയിച്ച പഞ്ചവാദ്യം അരങ്ങേറി. അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഈ മാസം 20-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് പറഞ്ഞു. രാവിലെ വിശേഷാൽ പൂജകളും ഉച്ചയ്ക്ക് 1-ന് ക്ഷേത്രം പൂരം എഴുന്നള്ളിപ്പും നടക്കും. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ പൂരങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തും. ക്ഷേത്രം പ്രസിഡന്റ് KP സുബ്രഹ്മണ്യൻ, സെക്രട്ടറി KK വിജയൻ, കീഴ്ശ്ശേരി അരവിന്ദൻ, MK മോഹനൻ, രാമചന്ദ്രൻ ഉണ്ണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി മുളഞ്ചേരി താഴം പാടശേഖരത്തിൽ നെൽവിത്തിന്റെ ഗുണമേന്മ പരിശോധനയ്ക്കായി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. വിത്ത് ഉൽപാദന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രൂപ്പ് ഫാമിംഗ് സമിതി 10 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തിട്ടുള്ളത്. സംസ്ഥാന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KJ ഒനിൽ, മുല്ലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ V സന്ധ്യ, കൃഷി ഓഫീസർ സ്മിത ഫ്രാൻസിസ് എന്നിവരാണ് വിത്തിന്റെ ഗുണമേന്മ പരിശോധനയ്ക്ക് എത്തിയത്. പടവ് കമ്മിറ്റി പ്രസിഡന്റ് MK സുബ്രഹ്മണ്യൻ, ET യേശുദാസ് എന്നിവരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ പോലീസുകാർക്ക് ആമ്പലൂർ ശോഭനം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പോലീസുകാരായ സൂരജ്, അപർണ, ലവകുമാർ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കല്ലൂർ ബാബു, VS രാമകൃഷ്ണൻ, KK ഹരിദാസ്, VK പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. മരക്കൊടി വെളുത്തൂർ അകമ്പാടത്ത് വൈക്കോലിന് തീപിടിച്ചു. കൊയ്ത്തൊഴിഞ്ഞ പാടത്ത് കെട്ടുകളാക്കിയിട്ടിരുന്ന വൈക്കോലാണ് കത്തി നശിച്ചത്. സമീപവാസികൾ ഉടനെ തീ അണച്ചതിനാൽ കൂടുതൽ തീ പടർന്നു പിടിച്ചില്ല. തൃശൂരിൽ നിന്നും ഫയർഫോഴ്സും തീ അണയ്ക്കാനെത്തിയിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂരിൽ CPI ജില്ലാ സമ്മേളനം സമാപിച്ചു. KK വത്സരാജ് വീണ്ടും ജില്ലാ സെക്രട്ടറി. പഴവൂർ ഗ്രാമത്തിലെ 100 കണക്കിന് കുടുംബങ്ങൾ ശുദ്ധജലം ലഭിക്കാതെ ദുരിതത്തിൽ. ഹരിജൻ കോളനികളിലേക്ക് ജലവിതരണത്തിനായി 30 വർഷം മുമ്പ് നിർമ്മിച്ച ജലസംഭരണി അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധമേറി. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സംഗമമായ മച്ചാട് മാമാങ്കത്തിന് 10,000 ദേശകുതിരകളുടെ ക്ഷേത്ര പ്രദക്ഷിണം തട്ടക നിവാസികളെ ആവേശഭരിതരാക്കി. രാഷ്ട്രീയം മറന്ന ഐക്യമാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ അടിത്തറയെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. ദേശസാൽകൃത ബാങ്കുകളിലെ പണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുകയാണെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.